Hello everyone, welcome to EduPod. എല്ലാവർക്കും മക്കളെ EduPodന്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ യുവർ നാഫി. എടാ, നിങ്ങൾ ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 2-3 കാര്യങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്കൂൾ, നിങ്ങളുടെ ജില്ല അല്ലെങ്കിൽ സ്ഥലം അതുകൂടി എന്ത് ചെയ്ത് കമന്റ് ചെയ്യുക. നിങ്ങൾ സ്കൂൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മാസം ആവാനായില്ലേ? ഒന്നരല്ല, 2 മാസം ജൂലൈ അല്ലേ, 1.5 മാസമായില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ, നിങ്ങൾ സ്കൂളിൽ ഏതൊക്കെ വിഷയങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു അതാദ്യം നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ ഏതൊക്കെ വിഷയങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതിൽ ഏതൊക്കെ വിഷയങ്ങളുടെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾ സ്കൂളിൽ ഏതൊക്കെ വിഷയങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു, ഏതൊക്കെ വിഷയങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ ബുദ്ധിമുട്ട്, ഈ 2 കാര്യങ്ങൾ കമന്റ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂള്, നിങ്ങളുടെ ജില്ല അതുകൂടി കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ +2 ഹിസ്റ്ററിയുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ. നിങ്ങൾക്കറിയാം +1 ഹിസ്റ്ററി നിങ്ങൾ എഴുതിയ ആൾക്കാരാണ് 80 മാർക്കിനാണ് എന്ത് ചോദിക്കുക, +2 ഹിസ്റ്ററി ചോദിക്കുക. 80 മാർക്കിന് റിട്ടേൺ എക്സാം നിങ്ങൾക്ക് എവിടെ ഉണ്ടാവും, +2 ഹിസ്റ്ററി ഉണ്ടാവും. ഇതിന്റെ കൂടെ 20 മാർക്ക് നിങ്ങൾക്ക് എന്തും കിട്ടും, സിഇ കിട്ടും. അതടക്കം 100 മാർക്കിനാണ് എന്ത് വരിക, നിങ്ങൾക്ക് ആകെ ഹിസ്റ്ററി വരെ. ഈ 100 മാർക്ക് നിങ്ങൾ +2 വാങ്ങിയെടുക്കാനുള്ള പരിപാടികളൊക്കെ നമ്മൾ തരും കേട്ടോ. അപ്പൊ അതിന് കാര്യം +1 നമ്മൾ വേൾഡ് ഹിസ്റ്ററിയാണ് അല്ലെ, ലോക ചരിത്രമാണ് പഠിച്ചതെങ്കിൽ +2 നമ്മൾ പഠിക്കുന്ന എന്താടാ, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവസാനത്തെ 2 ചാപ്റ്ററിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അടക്കം മൊത്തം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ 15 ചാപ്റ്റർ ആട്ടോ. ചില്ലറ കളിയല്ല മക്കളെ. +1 ഹിസ്റ്ററി ഒരു എവറസ്റ്റ് കൊടുമുടി ആണെങ്കിൽ +2 ഹിസ്റ്ററി 2 എവറസ്റ്റ് കൊടുമുടിയാണ്. എന്ന് വെച്ചാൽ അത്രത്തോളം നിങ്ങൾക്ക് +2 ഹിസ്റ്ററി പഠിക്കാനുണ്ട്. +1 ഹിസ്റ്ററിയുടെ ഒരു ഇരട്ടിയോളം വിഷയം കണ്ടന്റ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, +2 ഹിസ്റ്ററി പഠിക്കണം. +1 ഹിസ്റ്ററിയെക്കാളും ഇരട്ടി കാര്യം നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, +2 ഹിസ്റ്ററി പഠിക്കാനുണ്ട്. പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റത്തെ ചാപ്റ്റർ ഏതാടാ, ബ്രിക്സ്, ബെഡ്സ് ആൻഡ് ബോൺസ് ആണ്. അത് ഏതാടാ, നമ്മുടെ ഹാരപ്പ സിവിലൈസേഷൻ ആട്ടോ. 2ാമത്തെ ചാപ്റ്റർ കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ് അല്ലെ, നമ്മൾ ആരെ കുറിച്ച് പഠിക്കും, മഗധയെ കുറിച്ച് പഠിക്കും. 3ാമത് അന്നത്തെ ഇന്ത്യയിലെ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന കിങ്ഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് ആണ്. 4ാമത് നമ്മൾ തിങ്കേഴ്സ് ആൻഡ് ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ് അല്ലെ, അത് നമ്മൾ ആരെ കുറിച്ച് പഠിക്കും, ബുദ്ധിസത്തെ കുറിച്ചും ജൈനിസത്തെ കുറിച്ചൊക്കെ പഠിക്കും. 5ാമത് ചില ട്രാവലേഴ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ, അതായത് ഇബ്നു ബത്തൂത്ത, ഫ്രാങ്കോയിസ് ബേർണിയർ, അൽ ബിറൂനി പോലുള്ള ട്രാവലേഴ്സിനെ കുറിച്ച് പഠിക്കും. 6ാമത് ഭക്തി ട്രഡീഷനെ കുറിച്ചും സൂഫി ട്രഡീഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. 7ാമത്തെ ചാപ്റ്റർ എന്താടാ, വിജയനഗര, നമ്മുടെ ഹംപി, അതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. 8ാമത്തെ ചാപ്റ്റർ പെസന്റ്, ജമീന്ദാർസ് ആൻഡ് സ്റ്റേറ്റ്, അതിൽ നമ്മൾ മുഗൾ എംപയറിലും അതേപോലെ അന്നത്തെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ, ജമീന്ദാരി സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക് ത്രൂ കോഡ് ക്രോണിക്കിൾസ്, അതെന്താണ് മുഗൾ എംപയറിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയ ചാപ്റ്റർ ആണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. റിബൽസ് ആൻഡ് ദ രാജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെ, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. അടുത്ത മഹാത്മാഗാന്ധി നാഷണൽ മൂവ്മെന്റ്, ഏത് ചാപ്റ്റർ ആണ്, മഹാത്മാഗാന്ധി, ചമ്പാരൻ സ്ട്രൈക്ക്, അഹമ്മദാബാദ് കോട്ടൺ സ്ട്രൈക്ക്, പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ കൺട്രി ടോൺ അപ്പാർട്ട് അല്ലെ, ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ 2 കൺട്രി ആയിട്ട് വിഭജിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ പഠിക്കും. പിന്നെ അവസാന 2 കാര്യങ്ങൾ കേരളമാണ്, കേരളത്തെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സ് ആണ്. പ്രീ മോഡേൺ കേരളയും കേരള ടുവേർഡ്സ് മോഡേൺ, അതായത് ഏകദേശം ഒരു 12,000 കൊല്ലത്തെ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2 ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ 15 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, +2 ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾക്ക് സ്കൂളിൽ ഏകദേശം 2 ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന എൻ്റെ വിശ്വാസം. അപ്പൊ നിങ്ങൾ മക്കളെ 15 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് +1 ഹിസ്റ്ററിയിൽ ആകെ 10 ചാപ്റ്റർ ഉള്ളൂ. ഈ 15 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം തുടക്കം മുതലേ പഠിച്ചിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം, നല്ല രീതിയിൽ PYQ കിട്ടണം. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആദ്യം എന്ത് വേണം, PYQ വേണം. ആ PYQന്റെ കൂടെ തന്നെ ഷോർട്ട് നോട്ട്സ് ഇല്ല, PYQ 5-6 കൊല്ലത്തെ PYQ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതിന്റെ കൂടെ നോട്ട് വേണം. പഠിക്കാനായിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ EduPodന്റെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. കാരണം EduPod +2 ഹ്യൂമാനിറ്റീസിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ എന്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 100-300ഓളം കൂട്ടും, 100 ഒരു 500-നടുത്ത് കൂട്ടിൽ എന്ത് ചെയ്തു, നമ്മൾ EduPodന്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ ദിവസവും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് EduPod ഒരാളായിട്ട് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ PYQ തരും, ഷോർട്ട് നോട്ട്സ് തരും, പഠിക്കാൻ ടെക്നിക്ക് പറഞ്ഞു തരും, നിങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു മെന്റർ ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ത്രൂ EduPod ആപ്പ് ആണ്. ആ ആപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ക്യാഷ് അടിച്ച് ജോയിൻ ചെയ്യണം. അത് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. 9207998855. ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, ഒന്ന് പറഞ്ഞു തരും കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചറിയണം, എന്തൊക്കെയാണ് ആഗ്രഹം, അങ്ങനത്തെ കാര്യം, നിങ്ങൾക്ക് എത്ര ഫീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ EduPodന്റെ കൂടെ കൂടിക്കോ, +2 ഫുൾ മാർക്ക് വാങ്ങിക്കോ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ. ഇത്രയും കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 15 ചാപ്റ്റേഴ്സ് +2 ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അത് വളരെയധികം പഠിക്കാനുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം എന്ന് ഞാൻ ആപ്പിൽ പറയുന്ന പോലെ എന്നോട് പറഞ്ഞതാണ്. മക്കളെ, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിൽ +2 ഹിസ്റ്ററിയെ കുറിച്ചിട്ട് ഒരു
ഐഡിയയും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ആളുകളിലേക്ക് എന്ത് ചെയ്യിപ്പിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ.